പശ്ചിമേഷ്യയിൽ 2 മാസമായി തുടരുന്ന സൈനിക സംഘർഷങ്ങൾക്കും നയതന്ത്ര യുദ്ധത്തിനുമിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും തമ്മിലുള്ള പോര് പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ മധ്യസ്ഥനായി കൈമാറിയ രഹസ്യ സമാധാന രേഖ തള്ളിക്കൊണ്ട് ട്രംപ് നടത്തിയ വെളിപ്പെടുത്തലുകൾ പശ്ചിമേഷ്യയുടെ ഭാവി വീണ്ടും അനിശ്ചിതത്വത്തിലാക്കി. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയും പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാനും തമ്മിലുള്ള ശത്രുത കേവലം അതിർത്തി തർക്കങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ഇത് ആഗോള രാഷ്ട്രീയ ക്രമത്തെയും ഊർജ്ജ വിപണിയെയും നിയന്ത്രിക്കാനുള്ള പോരാട്ടമാണ്. കഴിഞ്ഞ 2 മാസമായി ഈ മേഖലയിൽ തുടരുന്ന യുദ്ധം ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. സമാധാനത്തിനായി ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ പലപ്പോഴും മൂന്നാം കക്ഷികളെയാണ് ചർച്ചകൾക്കായി ആശ്രയിക്കാറുള്ളത്. ഇക്കുറി പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ തങ്ങളുടെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ രേഖ വൈറ്റ് ഹൗസിന് കൈമാറിയതും. ഹോർമുസ് കടലിടുക്കിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനും യുദ്ധത്തിന് അറുതി വരുത്താനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ രേഖ. എന്നാൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകളിൽ താൻ തൃപ്തനല്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയത് ചർച്ചകളുടെ ഭാവി ചോദ്യചിഹ്നമാക്കി. അമേരിക്കയുടെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാത്ത ഒരു കരാറിനും താൻ തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് ട്രംപ്. ഇറാനുമായി ഒരു ധാരണയിലെത്താൻ വൈകുന്നതിന് ട്രംപ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന കാരണം ഇറാന്റെ ഭരണ നേതൃത്വത്തിനിടയിലുള്ള ഐക്യമില്ലായ്മയാണ്. ഇറാൻ ഭരണകൂടത്തിനകത്ത് 3-4 വ്യത്യസ്ത വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ അഭിപ്രായ സമന്വയമില്ലെന്ന് ട്രംപ് വിമർശിച്ചു. സൈനിക നേതൃത്വവും നയതന്ത്ര ഉദ്യോഗസ്ഥരും വ്യത്യസ്ത ദിശകളിലാണ് ചിന്തിക്കുന്നത്. ഈ ആഭ്യന്തര വിഭിന്നതകൾ കാരണം ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ പലപ്പോഴും വ്യക്തതയില്ലെന്നും അത് ചർച്ചകളെ സങ്കീർണമാക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കത്തിന്റെ കാതൽ ഇറാന്റെ ആണവ പദ്ധതികളാണ്. ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കണം. ഇതുവരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മുഴുവൻ അമേരിക്കയുടെ പക്കൽ എത്തിക്കണം. ഇതിന് പകരമായി മാത്രമേ ഉപരോധങ്ങൾ നീക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും അത് തങ്ങളുടെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്നും ഇറാൻ വാദിക്കുന്നു. പകരം തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുകയും ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് വിട്ടു നൽകുകയും വേണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഈ 2 വിരുദ്ധ ധ്രുവങ്ങളിലുള്ള ആവശ്യങ്ങൾക്കിടയിൽ ഒരു മധ്യസ്ഥ വഴി കണ്ടെത്തുക എന്നതും അസാധ്യമായി തുടരുന്നു. ലോകത്തെ എണ്ണ ഗതാഗതത്തിന്റെ 1/5 നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. കഴിഞ്ഞ 2 മാസമായി ഈ പാതയിൽ ഇറാൻ ഏർപ്പെടുത്തിയ തടസ്സങ്ങൾ ആഗോള വിപണിയെ വൻ പ്രതിസന്ധിയിലാക്കി. വേഗതയേറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും മൈനുകളും വിതറിയുള്ള ഗറില്ല രീതികളും കപ്പൽ ഗതാഗതത്തെ മന്ദഗതിയിലാക്കി. ഇതിന് മറുപടിയായി അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങളിൽ നാവിക ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ധനവില ബാരലിന് $120 മുകളിൽ തുടരുന്നത് പല വികസ്വര രാജ്യങ്ങളിലും പണപ്പെരുപ്പത്തിനും കാരണമായി. 2022 ശേഷമുള്ള ഏറ്റവും വലിയ വിലക്കയറ്റമാണ് നിലവിൽ ഊർജ്ജ വിപണി നേരിടുന്നത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരാനും കാരണമായിട്ടുണ്ട്. അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ട്രംപിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ്. ഉയർന്ന ഇന്ധനവില അമേരിക്കൻ ജനതയ്ക്കിടയിൽ ട്രംപിന്റെ ജനപ്രീതി കുറയുന്നതിന് കാരണമായിട്ടുമുണ്ട്. സർവേകളിൽ പിന്നോട്ടു പോകുന്നത് ട്രംപിനെ സമ്മർദ്ദത്തിലാക്കുന്നു. ഏപ്രിൽ 7 പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള ഒരു വിജയമോ അല്ലെങ്കിൽ സമാധാന കരാറോ ട്രംപിന് രാഷ്ട്രീയമായി അനിവാര്യമാണ്. എന്നാൽ ഇറാന്റെ നിബന്ധനകൾക്ക് മുന്നിൽ മുട്ടുമടക്കിയാൽ അത് തന്റെ ശക്തനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഇറാന്റെ സാമ്പത്തിക മേഖല പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും അതിനാൽ അവർക്കൊരു സമാധാന കരാർ അത്യാവശ്യമാണെന്നും ട്രംപ് വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ ഉപരോധങ്ങളെ അതിജീവിക്കുന്നതിൽ ദീർഘകാലത്തെ പരിചയമുള്ള ഇറാൻ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആയുധങ്ങളും ആണവ പദ്ധതികളും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധവും സമാധാന ചർച്ചകളും ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവിലാണ്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിയതോടെ ട്രംപ് തന്റെ കടുത്ത സമ്മർദ്ദം തുടരുമെന്ന് ഉറപ്പായി. എന്നാൽ ഇത് മേഖലയിൽ വീണ്ടും വെടിവെയ്പ് ആരംഭിക്കാൻ കാരണമാകുമോ എന്ന ഭീതിയും ശക്തമാണ്. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാതെയും ആണവ പദ്ധതിയുടെ കാര്യത്തിൽ വ്യക്തമായ വിട്ടുവീഴ്ചകൾ ഉണ്ടാകാതെയും ആഗോള വിപണി ശാന്തമാകില്ല. വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സാമ്പത്തിക ഭാവിയും പശ്ചിമേഷ്യയിലെ സമാധാനവും.